23 വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചു. 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. 23 വർഷം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ മാറ്റവും ഉണ്ടാക്കി തീർത്തത്. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാമിൻ ഷൈഇൻ ഇല്ലാ വയുംകിനു ഇസ്തിഖ്റാജു ഇൽമിഹി മിനൽ ഖുർആൻ. ഏതൊരു വസ്തുവിന്റെ ഇൽമും അതിനെ പറ്റിയുള്ള അറിവ് ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഖുർആനിൽ നിന്ന് കിട്ടാത്ത ഒരു അറിവും ഇല്ല എന്ന് പറഞ്ഞ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആയുസ് 63 എന്ന് വരെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ മുനാഫിഖൂൻ 63-ാമത്തെ അധ്യായമാണ്. ആ 63-ാമത്തെ അധ്യായം അവസാനിക്കുന്നത് വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലു. ഒരു ശരീരത്തെയും അവധിയെത്തിയാൽ ഒരൽപ്പം പോലും പിന്തിക്കൂല എന്നാണ് 63-ാമത്തെ സൂറത്തിന്റെ അവസാനത്തെ വാചകം. അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല കൊണ്ടുവരുന്നത് സൂറത്തു തഗാബുനാണ്. യൗമു തഗാബുൻ, ഏറ്റവും വലിയ നഷ്ടത്തെ പരാമർശിക്കുകയാണ് ആ സൂറത്തിലൂടെ. ഏറ്റവും വലിയ നഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വഫാത്തിന്റെ ദിവസമാണ്. അതും കൂടി അതിൽ സൂചിപ്പിക്കുന്നു എന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞു വന്നത്, ഈ മുക്കൗക്കിസ് രാജാവ് നബിയെ പരിഗണിച്ചു, പക്ഷെ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നില്ല. ഈ മാരിയത്തുൽ കിബ്തിയ എന്ന അടിമ സ്ത്രീ, അത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓഫർ ചെയ്തതാണ്. അതിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടിയുണ്ടായത്.